വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് 33-ാം അധ്യായം. ഇത് കാവൽക്കാരന്റെ ബാധ്യത, പശ്ചാത്താപത്തിന്റെ പ്രാധാന്യം, ഇസ്രായേലിന്റെ ആത്മീയ ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തന്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവന്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. എസെക്കിയേൽ 33-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും തന്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള യാതൊരു പാപവും അവനെതിരെ ഓർമ്മിക്കപ്പെടുകയില്ല. അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ തീർച്ചയായും ജീവിക്കും. എസെക്കിയേൽ 33-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. 34-ാം അധ്യായം ഇടയന്മാരുടെ ഉത്തരവാദിത്വം, ഇസ്രായേലിന്റെ ആത്മീയനാശത്തിന്റെ കാരണം, കർത്താവാണ് നല്ല ഇടയൻ എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം ഇസ്രായേലിന്റെ നേതാക്കളെയും പുരോഹിതരെയും വിളിച്ചവരുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്നു, ഞാനാണ് എന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത്, ചിതറിപ്പോയവരെ ഒന്നിച്ചു കൊണ്ടുവരും, നല്ല മേടങ്ങളിൽ ഞാൻ അവരെ പാർപ്പിക്കും, വേദനിച്ചവരെ ശുശ്രൂഷിക്കും, ദുർബലരെ കരുത്തരാക്കും. ഞാൻ അവരുടെ മേലൊരു ഇടയനെ ഏൽപ്പിക്കും, എന്റെ ദാസനായ ദാവീദിനെ. ഇത് ഈശോമിശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ദൈവം തന്റെ ജനങ്ങൾക്ക് ശാന്തിയുടെ നിയമം ഉറപ്പിക്കുന്നു. നിങ്ങൾ എന്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്റെ മേയുന്ന ആടുകളാണ്. എസെക്കിയേൽ 34-ാം അധ്യായം 30 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.